നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എത്ര റാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എത്ര സ്ലോട്ടുകൾ അവൈലബിൾ ആണ് മദർ ബോർഡിൽ, അതേപോലെ ഇനി അപ്ഗ്രേഡ് പോസിബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അഴിക്കാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട്. ഇതിനായിട്ട് നിങ്ങൾ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാസ്ക് മാനേജർ എടുക്കുക. അതിൽ പെർഫോമൻസ് ടാബിൽ മെമ്മറി സെലക്ട് ചെയ്യുക. മെമ്മറിയിൽ ഇവിടെ തന്നെ കാണിക്കും ടോട്ടൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെമ്മറി എത്രയെന്ന്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പീഡ്, അതേപോലെ സ്ലോട്ട് യൂസ്ഡ് 3/4, അതായത് 4 സ്ലോട്ടുകളിലും 3 സ്ലോട്ടുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ 3 എന്നുള്ളിടത്ത് ജസ്റ്റ് മൗസ് കൊണ്ടുവച്ചാൽ കാണാൻ പറ്റും സ്ലോട്ട് 1ൽ 8GB, സ്ലോട്ട് 2 8GB, സ്ലോട്ട് 3 4GB എന്നിങ്ങനെ കാണാൻ പറ്റും. ഒരു സ്ലോട്ട് ഇവിടെ ഫ്രീ ആണെന്ന് കാണാം. അതിൽ വേണമെങ്കിൽ നമുക്കൊരു റാമും കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിന് താഴെ ഫോം ഫാക്ടർ ഡിം എന്ന് കാണാം. ഡിം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ എന്നാണ്. ആ ഒരു ടെക്നോളജിയിലുള്ള റാമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ SO ഡിം എന്നായിരിക്കും, സ്മോൾ ഔട്ട്ലൈൻ ഡിം എന്നാണ് പറയുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. ലാപ്ടോപ്പിലുള്ളത് ചെറുതും ഡെസ്ക്ടോപ്പിലുള്ളത് വലുതുമായിരിക്കും. ഈ രണ്ട് ഫോം ഫാക്ടറും അല്ലാതെ LPDDR എന്നാണ് കാണുന്നതെങ്കിൽ ലോ പവർ DDR എന്നാണ് പറയുക. മദർ ബോർഡിൽ സോൾഡേഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അതിന് അപ്ഗ്രേഡ് പോസിബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളതാണ് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സ്ലോട്ടുകളുണ്ട്, ഇനി അഡീഷണൽ ആയിട്ട് റാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.